ഓം ശാന്തി. സർവശക്തിവാൻ ജ്ഞാനസാഗരൻ ബാപ്ദാദ പറയുന്നു, ബാപ്പ് സമാനമാവണമെങ്കിൽ സമാനത്തിലിരിക്കൂ, സർവർക്കും ബഹുമാനം നൽകൂ. ദേഹബോധത്തിൽ നിന്നും ദൂരെയായി ഞാൻ ആത്മ അഭിമാനിയായി സ്വയം സമ്മാനം നൽകുന്നു. ഞാൻ ശ്രേഷ്ഠ ആത്മാവാകുന്നു. ഞാൻ സമ്പന്ന ആത്മാവാണ്. ഞാൻ ശ്രേഷ്ഠ ബ്രാഹ്മണ ജീവിതം നയിക്കുന്ന മഹാനാത്മാവാണ്. ഞാൻ ബ്രാഹ്മണ ആത്മാ, ത്രിനേത്രിയാണ്, ത്രികാലദർശിയാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. നിരാകാർ ശിവബാബയെയും സാകാര ബ്രഹ്മമാതാവിനെയും ഫോളോ ചെയ്യുന്ന ശ്രേഷ്ഠ ആത്മാവാണ്. ഞാൻ ബാപ്പ് സമാനം ആത്മാവാണ്. ഞാൻ സ്വയം തന്നെ ഉയർന്ന സമാനത്തിൽ സെറ്റാക്കുന്നു. ഞാൻ ബാപ്പ് സമാനാത്മാവാണ്. എനിക്ക് എൻ്റെ സമാനത്തിലിരുന്ന് സർവർക്കും ബഹുമാനം നൽകണം. നൽകുന്നത് തന്നെയാണ് എടുക്കുന്നത്. മനസ്സിൽ ഈ ദൃഢനിശ്ചയം വെക്കുന്നു. ആര് കൊടുത്താലും ഇല്ലെങ്കിലും എനിക്ക് സർവർക്കും ബഹുമാനം നൽകണം. ആര് നിന്ദിച്ചാലും വെറുത്താലും അപമാനിച്ചാലും മനസ്സിൽ ആ ആത്മാക്കളുടെ പ്രതി ശുഭഭാവന ഉയർത്തുന്നതിനുള്ള ഭാവന വയ്ക്കുന്നു. അവരുടെ അനാദി ആദി സ്വരൂപത്തെ കണ്ട് ഹൃദയത്തിൽ നിന്നും ബഹുമാനം നൽകുന്നു. ബഹുമാനം നൽകുന്നത് തന്നെയാണ് ബഹുമാനമെടുക്കുന്നത്. ഞാൻ ബാപ്പ് സമാനമാകുന്നു. ഞാൻ മായയെയും പ്രകൃതിയെയും പരിവർത്തനം ചെയ്യുന്ന വിശ്വപരിവർത്തകാത്മാവാകുന്നു. ദുഃഖത്തെ സുഖമാക്കി പരിവർത്തനം ചെയ്യുന്നു. മായ ഏത് രൂപത്തിൽ വന്നാലും എനിക്ക് ഭയമില്ല. എൻ്റെ ശക്തികളിലൂടെ മായ തലകുനിക്കുന്നു. ബാപ്ദാദ എൻ്റെ മസ്തകത്തിൽ തിളങ്ങുന്ന 3 ഭാഗ്യ നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്ന് പരമാത്മാ പാലനയുടെ ഭാഗ്യം, രണ്ടാമത് പഠിപ്പിൻ്റെ ഭാഗ്യം, മൂന്നാമത്തേത് പരമാത്മ വരദാനങ്ങളുടെ ഭാഗ്യം. ഈ ഭാഗ്യ നക്ഷത്രങ്ങൾ
എല്ലാവരുടെയും മസ്തകത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാപ്പ് ദാദിക്ക് നാനാഭാഗത്തെയും കുട്ടികളോട് ഒരുപോലെ സ്നേഹമുണ്ട്. ഓരോ കുട്ടിയോടും ഒന്നിനൊന്ന് മെച്ചമാണ്. ഞാൻ എൻ്റെ ബാബ എന്ന് പറയുന്നു. ബാബയും എൻ്റേതെന്ന് പറയുന്നു. കേവലം എൻ്റേതെന്ന വാക്കിൽ ബാബ എൻ്റേതായി മാറി. ഞാൻ ബാബയുടേതായി. ബാബയുടെ അടുക്കൽ ശബ്ദമെത്തിച്ചേരുന്നു. ബാബ സഹായം നൽകുന്നു. ഇത് ഹൃദയത്തിൻ്റെ വ്യാപാരമാണ്. ദൂരദേശി ബാബ സാകാര ലോകത്തിലെ ദൂരദേശി കുട്ടികളുമായി മിലനം ചെയ്യുന്നു. ബാപ്പദാദ എൻ്റെ സ്വപരിവർത്തനത്തിൻ്റെ തീവ്രഗതിയെ കാണുന്നു. സമയത്തിൻ്റെ വേഗത തീവ്രമാണ്. അതുപോലെ സ്വപരിവർത്തനവും തീവ്രമാക്കണം. ബാപ്പദാദ സംസ്കാര പരിവർത്തനത്തിൽ തീവ്രഗതി കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സെക്കൻഡിൽ ബിന്ദു വിടുന്നു. വൈ വൈ എന്നതിനു പകരം ആഹാ എന്ന് പറഞ്ഞ് ഫ്ലൈ ചെയ്യുന്നു. ആഹാ ഡ്രാമ, ആഹാ. വേസ്റ്റ് ചിന്തകൾ ബസ്റ്റാകാൻ അനുവദിക്കില്ല. വ്യർത്ഥ ചിന്തകൾ ബുദ്ധിയെ ഭാരിച്ചതാക്കി മാറ്റുന്നു. ശുഭസങ്കല്പം സ്വ ഉന്നതിയുടെ ലിഫ്റ്റാണ്. വേസ്റ്റ് അവസാനിപ്പിക്കുന്നതിനു വേണ്ടി 2 വാക്കുകൾ ബാബ പറഞ്ഞു തരുന്നു. അതാണ് സ്വമാനവും ബഹുമാനവും. ആര് എങ്ങനെയുള്ളവരായാലും എനിക്ക് ബഹുമാനം നൽകണം. സ്വമാനത്തിൽ കഴിയണം. രണ്ടിൻ്റെയും സന്തുലനം വേണം. എനിക്ക് ദാതാവാകണം. ഞാൻ ശിവശക്തി പാണ്ഡവസേനയാണ്. ദാതാവിൻ്റെ മക്കൾ ദാതാവാകുന്നു. എൻ്റെ മനോവൃത്തിയിലും ദൃഷ്ടിയിലും ഞാൻ ലക്ഷ്യം വയ്ക്കുന്നു. എനിക്ക് ഓരോരുത്തരുടെയും പ്രതി ശുഭഭാവന, ശുഭകാമന ഉണ്ടാക്കണം. ഞാൻ ബാബയാകുന്ന ബിന്ദുവിനെ നയനങ്ങളിൽ സമാവേശമാക്കുന്നു. ബാബയുടെ സ്മൃതിയുടെ ബിന്ദു മനോവൃത്തിയിലും ദൃഷ്ടിയിലും പ്രത്യക്ഷമാകുന്നു. എൻ്റെ ദൃഷ്ടിയിലും വൃത്തിയിലും സമാനവും ബഹുമാനവും ഉണ്ടാകണം. ബഹുമാനം നൽകുന്നതിലൂടെ ബഹുമാനം നേടുന്നു. ആരെയെങ്കിലും അംഗീകരിക്കുകയാണെങ്കിൽ മാന്യനീയരാകുന്നു. ആത്മീയ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ് മറ്റുള്ളവരുടെ കുറവുകളെ തൻ്റെ ശുഭഭാവന, ശുഭകാമനയിലൂടെ പരിവർത്തനപ്പെടുത്തുകയെന്നത്. ബാപ്പുദാദ
ഇപ്പോൾ അവസാന സന്ദേശവും നൽകിയിരിക്കുന്നു. വർത്തമാന സമയം തൻ്റെ സ്വരൂപം ദയാഹൃദയമാക്കൂ. അവസാന ജന്മത്തിൽ എൻ്റെ ജഡചിത്രം ദയാഹൃദയമായി ഭക്തർക്കുമേൽ ദയ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഞാൻ ചൈതന്യത്തിൽ ദയയുടെ ഖനിയാകുന്നു. ഹൃദയത്തിൽ ഓരോ സമയവും ബാബ 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 എന്ന ശബ്ദമുയരുന്നു. ബ്രാഹ്മണ പരിവാരം ഏകരസസ്ഥിതിയുള്ളവരായി പരിവർത്തനമുണ്ടാകുന്നു. ബാബ വരദാനം നൽകിയിരിക്കുന്നു. സ്നേഹി നിർമോഹിയായി ഭവിക്കൂ. ഞാൻ സത്യമായ കൂട്ടുകാരൻ്റെ കൂട്ട് നേടുന്നു. സർവരിൽ നിന്നും വേറിട്ടിരിക്കുന്നു. അമൃതവേളയിൽ സർവസംബന്ധങ്ങളുടെ സുഖം ബാപ്ദാദയിൽ നിന്നെടുത്ത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നു. സർവ ഗുണങ്ങളുടെയും അധികാരിയാകുന്നു. മറ്റുള്ളവരെയും ആക്കുന്നു. സത്യമായ മിത്രം ബാബയാണ്. ഞാൻ സത്യമായ കൂട്ടുകാരൻ്റെ കൂട്ട് നേടുകയാണ്. അപ്പോൾ സഹജമായി വേറിട്ടതായി മാറുന്നു. സ്നേഹിയുമായി മാറുന്നു. സഹജമായി നിർമോഹിയാകുന്നു. ഏതൊരു വശത്തേക്കും ആകർഷണമില്ല. അതിനാൽ മായയോട് തോറ്റുപോകില്ല. മായയെ കാണുന്നതിനു വേണ്ടി ത്രികാലദർശിയും ത്രിനേത്രിയുമാകുന്നു. അപ്പോൾ വിജയിയാകുന്നു. ഓം ശാന്തി.